ഞാനൊരു മീൻകറി വെക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് മീൻകറി വെക്കാനായിട്ട് കേരമീനാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് 1 കിലോ കേരയുണ്ട് കേട്ടോ. അപ്പം കേരമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, 2 പച്ചമുളക് കീറിയത്, 3-4 തണ്ട് കറിവേപ്പില, 2 ഉണക്കമുളക്, കടുക്, ഉലുവ, ഉപ്പ്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും, പിന്നെ പുളി വെള്ളത്തിലിട്ടത്, പിന്നെ ഓയില്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മളിപ്പോൾ ആദ്യം എണ്ണയൊക്കെ ഒഴിച്ച് എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ നമുക്ക് ഇടാവേ. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കടുക് ഇടാവേ. ഇനി നമ്മൾ കടുക് ഇടുവാണേ. ഇനി കടുക് കൂടെ ഒന്ന് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടാൻ തുടങ്ങി കേട്ടോ. തീ കുറയ്ക്കാവേ. ഇടുവാണേ. അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇടുവാണേ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് കീറിയത് ഇടുവാണേ. പിന്നെ നമ്മൾ 2 ഉണക്കമുളക് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൂടി ഇടുവാണേ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയുണ്ട്. അപ്പം കറിവേപ്പില ഇടുവാണേ. ഇനി നമ്മൾ ഇതെല്ലാം മൂത്ത് വരുന്നതുകൊണ്ട് നമ്മളിനി മുളക് പൊടി ചേർക്കുവാണേ. മുളക് പൊടി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. തീ കുറച്ച് വെക്കണേ. അത് ഈ സമയത്ത് നമ്മുടെ മുളക് ഒത്തിരി ഇതായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, മൂത്ത് പോയി കഴിഞ്ഞാൽ. കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. എണ്ണ തെളിഞ്ഞ് വരുന്നോടം വരെ നമ്മൾ ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്യണേ. അപ്പം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ ഉപ്പ് ചേർക്കുവാണേ. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പുളിക്കഷ്ണങ്ങൾ ഇടുവാണേ. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുവാണേ. ഇനി നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നോടം വരെ വെയിറ്റ് ചെയ്യാവേ. എന്നിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇടാവേ. നമ്മുടെ ഈ അരപ്പ് ഏകദേശം തിളച്ച് തുടങ്ങിയേ. അപ്പം നമുക്കിനി അടുത്ത മീൻ കഷ്ണം ഇടാം കേട്ടോ. നമ്മളിനി ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുവാണ് വേകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മീൻകറിയെ. അപ്പം ഇന്ന് മീൻകറി പാലപ്പമാണ് എനിക്ക് കഴിക്കാനായിട്ടുള്ളത്.